ഹായ് ഗൈസ്, ബ്ലോഗാണ് ഗൈസ്. നമ്മളിപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. എല്ലാം പെട്ടെന്നായിരുന്നു. നമ്മളിപ്പോൾ ഒരു റിസോർട്ടിൽ വന്നു. അബ്ദു സേ സംതിങ്. ഹായ് ഗൈസ്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു റിസോർട്ടിൽ വന്നതാണ്. ഇപ്പം ടൈം 2:30 ഗൈസ്. കൂടെ അവളുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാനിവിടുത്തെ റിസോർട്ടിലേക്ക് നടന്നു പോകുന്ന വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ചുമ്മാ ചില്ലയെ വന്നതാണ്. ഉറങ്ങേണ്ട ടൈം ഇങ്ങനെ ഗൈസ്, നമ്മൾ ഉറങ്ങേണ്ട ടൈം ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് കണ്ട റിസോർട്ടിലും ഇവിടെയൊക്കെ പോയി ചില്ല് ചെയ്യാണ്. ബട്ട് ഇറ്റ്സ് നൈസ് മെമ്മറീസ് അല്ലേ. തലേന്ന് ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഗൈസ്, ബാക്കി എല്ലാവരും ഉറങ്ങുന്നുണ്ട്. കുറച്ച് നിശബ്ദത പാലിക്കണം. പുറത്തത്തെ വ്യൂ കൊള്ളാല്ലേ. അവിടെ നമുക്ക് ആ റൂമിന്റെ ബാൽക്കണി കാണാം ഗൈസ്. ഇതാണ് ബെഡ്. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇരിക്കാൻ. പിന്നെ ഇതാണ് ബെഡ്. ദിസ് ഇസ് നൈസ്. നൈസ് അല്ലേ ഋതു? ഇങ്ങ് വാ, ഇവിടെ നിന്നേ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാല്ലേ ഗൈസ്. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഇതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ബെഡ്റൂം. ആൻഡ് അവിടെ ഇരിക്കുന്നൊരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് ഇരുന്നേ കൊച്ചേ, എങ്ങനെയുണ്ട്? അതെ. ഹായ് ഗായ്സ്, അപ്പം ഇപ്പം നമ്മൾ ഇതെന്താ റിസോർട്ടിൻ്റെ പേര്? സൈലൻറ്റ് ഷോർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മളിപ്പം ഇന്ന് ചുമ്മാ ചില്ല് ചെയ്യാൻ വന്നതാണ്. ഇത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ഗൈസ്. സോ യാ, ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യും. നാളെ മോർണിംഗ് നമ്മൾ ബാക്ക് ടു കോളേജ്. യാ, ഇതൊക്കെ ഒരു പെട്ടെന്നുള്ള പ്ലാനാണ് മെമ്മറീസ് മേക്ക് ചെയ്യുക. ലൈക്ക് പെട്ടെന്നുള്ള പ്ലാൻസ് വർക്കൗട്ട് ആവുള്ളൂ. അല്ലാണ്ട് പ്ലാൻ ഇട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് ടൈം എടുക്കും. ഇതിങ്ങനെ പെട്ടെന്ന് പോകാൻ പറയുമ്പോൾ ഓക്കെ ഫൈൻ, ആ ഒരു സാധനമാണ്. അപ്പം ഇന്ന് നമ്മളിവിടെയാണ്. ഞാനുണ്ട്, ഋതുണ്ട്, അബ്ദു ഉണ്ട്, നാക്കിഷുണ്ട്, വിസ്മയുണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വന്നതാണ്. യാ, ആൻഡ് നൈസ് റിസോർട്ട്, നല്ല രസമുണ്ട്. മേലെയാണ് റൂം വരുന്നത്. താഴെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് പോലെ വാഷ്റൂം, പിന്നെ ഒരു ബാൽക്കണി. അതും നൈസ് വ്യൂ ആണ്. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. യാ, അപ്പം ഞാൻ വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഓക്കെ വൈ നോട്ട് എ വ്ളോഗ് ഇട്ടൂടെ, ലൈക്ക് ദാറ്റ്. ആൻഡ് അബ്ദു
ഫോൺ വരെ വീഴ്ചിട്ട് ബെഡിലേക്ക് ചാടി വന്ന് കിടന്ന് മെയിൻ കാരണം എന്താ പറയുക അബ്ദു ബെഡ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ കളി കളിക്കുന്നത് ഗൈസ് വേറെ ഒന്നും കണ്ടല്ല ഞങ്ങൾ മൈസൂര് തറയില് ബെഡ് ഇട്ടിട്ട് തറയില് ബെഡ് ഇട്ടിട്ട് കിടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ റൂമിൽ. അതുകൊണ്ട് നമുക്ക് ബെഡ് കാണുമ്പം വീടും ഒക്കെ ഓർമ്മ വരും. ഇല്ല ഇതെന്തായാലും വ്ളോഗ് എടുത്തു. അബ്ദു സേ ഹായ് ഇങ്ങോട്ട് എന്റെ ഫാൻസ് ഉണ്ട് സീരിയസ്ലി ഫാൻസ് ഉണ്ട്. അബ്ദു റൂം ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കി പറ എങ്ങനെയുണ്ട് വൈബ് ഉണ്ടോ? എന്താ പറയാനെന്താ ഇവൻ വന്ന് ബെഡിൽ വീണതും ഫോൺ വരെ താഴെ വീണു. സംഭവം വേറൊന്നുമല്ല കേസ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റൂമിൽ തറയിലിട്ട് ബെഡ് ഇട്ടിട്ടാണ് കിടക്കാറ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആ ഒരു സാധനം അടിക്കും ഏത് ബാക്ക് ടു ഹോം വൈബ് അടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഇനി ഞാൻ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തി തരാം. എല്ലാവരും വരട്ടെ. പിന്നെ ഋതു വാ എന്താണ് പറയാനുള്ളത്? ഋതു ഒന്ന് ഗൈസ് ഒരു ഉച്ചയ്ക്ക് ഒരു 2 o'clock എത്തി. അങ്ങനെ ഞാൻ പിക്ക് ചെയ്തു, ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ച് നേരം ഉറങ്ങി, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. അങ്ങനെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ലൈക്ക് അവൾക്ക് എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ടേക്ക് എനിക്ക് ലീവാണ് കോളേജ് ലീവാണ്. 4 ദിവസം ലീവാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് എന്താ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഓക്കെ കയറി പോരും സിലി ഗൈസ് കയറി പോരും. അങ്ങനെ അവളെത്തി. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വൈബ് ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? സ്പേസ് ഇഷ്ടപ്പെട്ടോ? ഈ റിസോർട്ടിൻ്റെ പേരെന്തായിരുന്നു? സൈലന്റ് ഷോർ. എന്താ ഏതൊന്നും അറിയില്ല. കാൽ കയറി ഇരിക്കാൻ പറഞ്ഞു കയറിയിരുന്നു, അത്രയേ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെയും കൂടെ കൂട്ടി അത്ര. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വൈബുണ്ട്, നല്ല വൈബുണ്ട്. റിസോർട്ട് നല്ല നൈസാണ്. ഗൈസ് നാക്കീസ് ഇവിടെ വന്നിട്ടുണ്ട്. നാക്കീസ് ഹായ്. അങ്ങനെയല്ല ഗൈസ്, നാക്കീസിന് ഒരു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഹി ഈസ് കോൺഫിഡൻറ്റ് ലൈക്ക് എവറിതിങ്. നാക്കീസ് പെട്ടി പൊളിക്കണ്ട. എന്താ പറയാനുള്ളേ? ഇഷ്ടായോ? ഇവിടെ രസല്ലേ? വൈബില്ലേ? ഇവിടെ വന്നിട്ട് നിനക്ക് ഫോൺ കളിക്കണം കൊച്ചേ. ചുമ്മാ റൂം നോക്കി ആരുടെ ചാറ്റിന്ന് സം പ്രൈവസി മാറ്റേഴ്സ് ബ്രോ. ടീഷർട്ടിൽ എന്താ ഉള്ളത്? മീൻസ് അതെ അതെ നമുക്ക് ചെക്കനില്ലല്ലോ. ചെക്കനൊന്നും വേണ്ട ഗൈസ്. എൻജോയ്മെന്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ഫാമിലി, ചില്ലി, പൊളി. ഒരാളിവിടെ ബിസി ചാറ്റിങ്, ഒരാള് ഞാൻ ഇവിടെ പോസ്റ്റ്, ബാക്കി എല്ലാവരും ഇതവിടെ സംസാരിക്കുക ഗൈസ്. എല്ലാവരും ഇവിടെ, പലരും ഇവിടെ ബിസി ചാറ്റിങ്. ചെക്കനൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ചാറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. എനിക്ക് ചാറ്റ് ചെയ്യാൻ പോലും ആരുമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം എല്ലാവരും ഓരോ പണിയിലാണ്. അവളവിടെ ചാറ്റ് ചെയ്തിരിക്കുക, താഴെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോയി സംസാരിക്കും. അല്ലെങ്കിൽ ഞാനിതാ ഇവിടെ അങ്ങ് ഫ്ലാറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ലോണം ഒന്ന് ഉറങ്ങട്ടെ, അതായിരിക്കും നന്നാവുക. നല്ലൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ സെറ്റാവും. ഇന്നലൊന്നും കേസ് അങ്ങനെ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ അങ്ങനെ ചുമ്മാ അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ലേറ്റായി അങ്ങനെയൊക്കെ. അപ്പം ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങാം. എല്ലാവരും അവിടെ ഒരു പരിപാടിയില്ല. ചാറ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ താഴെ എല്ലാവരും സംസാരിക്കുന്നു. ഇനി ഞാൻ വിചാരിക്കുന്നു ഇവിടെ കിടന്ന് ഉറങ്ങാണ്, അതായിരിക്കും നന്നാവുക. അപ്പം അതാ നക്ഷ ഫോൺ അടിക്കുന്നുണ്ടോ? അത് ഞാൻ എടുത്ത് കൊടുക്കാം.
അപ്പം ഞാൻ വിചാരിക്കുന്നു ഉറങ്ങാമെന്ന്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതുവരെ ഒന്നുമില്ല. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗൈസ് എന്താണെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. ഇതൊന്ന് എന്താണെന്ന് പോലും അറിയാണ്ട് കാണുന്ന ആളാണിതാ ഇവിടെ ഇരിക്കുന്ന രണ്ടാൾക്കാരും. ചുമ്മാ ഷോക്ക് വെച്ചതാ ഗൈസ്, വേറെ ഒന്നുമല്ല. ഇത് തുറക്കാൻ കഴിയുന്നില്ല, തുറന്നിരുമോ? ഓക്കെ ഗൈസ്, മഴ ഗൈസ്, ഇവിടെ നല്ല മഴയാ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു കുഞ്ഞ് സ്പേസ് ഉണ്ട്, ലൈക്ക് ഒരു ടിഷ്യൂ ബോക്സ്, ഫുഡ് കഴിക്കാനുള്ളത്, പിന്നെ ഫോൺ, അങ്ങനെയൊക്കെ. ആൻഡ് ഇവിടെ ഒരു TV ഉണ്ട്. ഇതാ ഇവിടെ ഋതു ഉണ്ട്. ഇവിടെയാണ് നമ്മളെ കുട്ടി ചായ പരിപാടീസിൻ്റെ, അല്ലെങ്കിൽ ചായ കോഫി അങ്ങനത്തെ പരിപാടീസിൻ്റെ ഒക്കെ ഒരു സംഭവം, ഐ മീൻ ഉണ്ടാക്കുന്ന സാധനം. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള. എന്നിട്ട് ഇവിടെ ഒരു മിറർ ഉണ്ട് ഗൈസ്, നിങ്ങൾ എന്നെ കണ്ടോ? ഇതൊരു കുട്ടി നമ്മളെ ഡ്രസ്സ് ഊട്ടഡ് സാധനങ്ങൾ, ഡ്രസ്സൊക്കെ ഔട്ട്ഫിറ്റൊക്കെ നോക്കാനുള്ളൊരു മിററുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം ഗൈസ്. ഇതാണ് ഗൈസ് ബാത്റൂം. ഇവിടെ ഇങ്ങനെ ആയിരുന്നു ബാത്ത് ടവലും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ. ആൻഡ് ഇവിടെ ഒരു കുട്ടി മിറർ ഉണ്ട്, നമുക്ക് ഒന്ന് ഐ മീൻ ഇവിടെ ഒരു കുട്ടി ക്യൂട്ട് മിറർ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഡ്രയർ ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെ. ഷാമ്പൂ കാര്യങ്ങൾ, ഫോണ്, ഗ്ലാസ്, ടോയ്ലറ്റ് പേപ്പേഴ്സ്, അങ്ങനെയല്ലോ. അപ്പം ഇതാണ് ബാത്റൂം ടൂർ. ഉറക്കം വരുന്നില്ലേ നിനക്ക്? വൈബൊക്കെ ഉണ്ട് ഗൈസ് അല്ലേ? വൈബില്ലേ കാണാൻ? ബാൽക്കണി മൂടാം. പിന്നെ നല്ല മഴയുണ്ട്. ഇപ്പോൾ സമയം എത്രയായി? 3:12 ഗൈസ്. എന്നിട്ട് നമ്മളിവിടെ വൈബ് ചെയ്തിരിക്കുക. ബാൽക്കണി ഗൈസ് മൂഡ്, കാരണം ഇവിടെ പുറത്ത് നല്ല മഴയാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ പൊളി നല്ല രസമുണ്ടാവും ഉറങ്ങണം ഞാൻ പോയിട്ട്. ബാൽക്കണി മഴ കണ്ടോ? പൊളി. ഞാൻ പോയി ഉറങ്ങാണ് ഗൈസ്. ഇനി വേറൊന്നും എടുക്കാനുണ്ടാവില്ല, ഞാൻ പോയി ഉറങ്ങട്ടെ. കാരണം ഇപ്പം തന്നെ സമയം ഓൾമോസ്റ്റ് ഒരു 3:12 ആയി. അടിപൊളിയായി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി പോയി ഉറങ്ങിയാലേ എനിക്ക് രാവിലെ ഒരു 10 മണിക്കെങ്കിലും എഴുന്നേക്കാൻ കഴിയും, അല്ലെങ്കിൽ എഴുന്നേക്കാനും കഴിയില്ല. അബ്ദു എനിക്കും ഗൈസ് പാൽപ്പൊടി കക്കുന്ന വീരനാണത്. നമുക്ക് പാൽപ്പൊടി കഴിക്കാം. ഓ സീന് ഗൈസ്. ഗൈസ് നമ്മൾ പാൽപ്പൊടി കഴിക്കാൻ പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി പാക്കറ്റ് ഉണ്ടോ? കവറോടെ വിരിഞ്ഞ പറ്റിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? എവറിഡേ ഇത് ഇതിന്റെ എവറിഡേൻ്റെയാ പാൽപ്പൊടി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. വിശക്കുന്നു ഗൈസ്, സത്യം പറഞ്ഞാൽ വിശക്കുന്നില്ല അബ്ദു? വിശക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പാൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പാൽപ്പൊടി പിന്നെ നമ്മളെപ്പോൾ കണ്ടാലും വീക്ക്നെസ്സാണ്. പാൽപ്പൊടി കക്കന്മാരാണ് ഗൈസ് ഇവിടെ ഫുള്ളും. കണ്ടോ?
നാക്കിച്ച പാൽപ്പൊടി വേണോ? ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടേ. അതാണ് റിഗ്രറ്റ് അടിക്കേ കഴിച്ചില്ലെങ്കിൽ. രണ്ട് സ്നാപ്പോളികൾ സ്നാപ്പ് ഇടുകയാണ്. ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് കൈ കഴിക്കട്ടെ. പാൽപ്പൊടി തിന്നിട്ട് കൈ കഴിക്കില്ലെങ്കിലും അടക്കെടുക്ക എടുക്കട്ടെ. ഫോട്ടോ എടുക്കട്ടെ. വീഡിയോ അവിടെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഗൈസ്. ഓരോ റിട്ടേൺ ചെയ്യണമെന്ന് എഴുതി വെച്ചു. ഞാൻ ലാലേട്ടൻ ഫാനായിട്ട് ഇവരൊക്കെ ഓർപ്പിച്ച് ഞാൻ തുടരുന്നില്ല. പുതിയ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്ലേ ചെയ്യാണ് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇവന്മാർക്കൊന്നും ഉറക്കില്ല. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഉറങ്ങണം ഗൈസ്. നല്ല ഉറക്ക് വരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ട് എടുക്കണില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ സമയം എന്താ 3:30 ആയി. ഞാൻ ഉറങ്ങട്ടെ. ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് കാണാം. കണക്കുന്നില്ലേ? മജത്തിന് കാരണം ഈസി. അണ്ണുമ്മ ഹൗസ് തണുപ്പു. ഹലോ ഗൈസ്, അങ്ങനെ മോർണിംഗ് ആയി. നല്ല തണുപ്പുണ്ട്. മൈസൂർ അമ്മമാരൊക്കെ മുമ്പിൽ നടന്നു പോയി ഗൈസ്. ഇത് പറയാനുള്ള തണുപ്പത്ത് ഉറങ്ങിയില്ല ഗൈസ്. ഉറക്കം വന്നിട്ട് പാടില്ല. ഞാൻ കുറച്ച് ഉറങ്ങി ഗൈസ്. ഞാൻ തീരെ ഉറങ്ങിയില്ല ഗൈസ്. എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളൊരു തണുത്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ എന്റെ മേലെ താമടി ഇങ്ങനെ കോമഡി എന്തെന്ന് വെച്ചാല് അബ്ദു പറഞ്ഞ് നമുക്ക് TV ഓഫ് ആക്കാം, മേലെ ഉറങ്ങണവരെങ്കിലും ഉറങ്ങിക്കോട്ടെ. TV ഓഫ് ആക്കിയപ്പോ മേലെ വന്നിട്ട് താമടി ഞാൻ അപ്പുറത്ത് കിടന്നിട്ടുണ്ടാ തമിഴ് മേലെ ലൈറ്റല്ലോ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ട്. ഞാൻ അവന്മാരെ കാണിച്ചുതരാം. അവന്മാരെല്ലാം കൂടി ഭാര്യയും ഭർത്താക്കൻ പോലെ പോകുന്നത് കാണിച്ചുതരാം. തണുത്തിട്ട് കണ്ടോ കപ്പിൾസ് പോകുന്നുണ്ടോ? ബ്ലാക്ക് നാക്കിസും അബ്ദുവാ പോകുന്നത്. നമ്മളിനി നേരെ ഭയങ്കര ചില്ലിങ് ആയിപ്പോയി. ഭയങ്കര ചില്ലിങ് ആയിപ്പോയി കേസ്. പൊളി. ഞാൻ വാച്ച് എടുത്ത് ഞാൻ ആക്ച്വലി മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും പോയി എടുത്തത്. വാച്ചൊക്കെ കഴിച്ച് വെച്ച് നല്ല ഉഷറായി ഉറങ്ങി. ഇനി കാറ് കയറണം. എന്നെ കൊണ്ട് കാറ് കയറണം ഗൈസ്. എന്നിട്ട് നേരെ റൂമിലേക്ക്, എന്നിട്ട് നേരെ 2-3 ഉറക്കവും കൂടി പാസ്സാക്കണം. അതാണ് ലക്ഷ്യം. കാറെടുക്കുന്ന കാണിച്ചു തരാം. അബ്ദു ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു?
ഇത്രയേ ഉള്ളൂ ചാർജ് ചെയ്തേ. അപ്പൊ ഗൈസ് ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. Until my next vlog, stay tuned. Tata, bye bye.